തൃശൂരിൽ പോക്സോ കേസിൽ കോൺഗ്രസ് നേതാവ് പിടിയിലായിരിക്കുകയാണ്. ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി കുന്നത്ത് വീട്ടിൽ പ്രകാശനാണ് അറസ്റ്റിലായത്. 10 വയസ്സുകാരനെയാണ് ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചത്. സാനു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സാനു ഒരു കോൺഗ്രസ് നേതാവാണ്, അതും ഒരു മണ്ഡലത്തിൻ്റെയൊക്കെ ചുമതലയുള്ള നേതാവാണ്. അപ്പോൾ അത്തരമൊരാൾ അറസ്റ്റിലാകുകയാണ് ഒരു പോക്സോ കേസിൽ. 10 വയസ്സുകാരനെയാണ് ഇയാൾ പീഡിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിവിധ നേതാക്കളുമായിട്ടുള്ള ഫോട്ടോകളും ഒക്കെ പുറത്തു വരുന്നുമുണ്ട്. എന്താണ് സാനു വിശദാംശങ്ങൾ? ഇതിന്റെ 10 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് പിടിയിലായിരിക്കുന്നത്. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി കൊന്നത്ത് വീട്ടിൽ 36 വയസ്സുള്ള പ്രകാശനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രകാശനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ പ്രകാശനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങളും പുറത്തു പറയാൻ പോലും ഈ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ്. കാരണം ഈ പ്രകാശനുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്, ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയായിട്ടുള്ളതും അതേപോലെ തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായിട്ടുള്ളതും അതേപോലെ തന്നെ മന്ത്രി ഒ.ജെ. ജനീഷ് അടക്കമുള്ളവരുമായിട്ട് ഉച്ച ചെങ്ങാത്തം പുലർത്തുന്ന ഒരാളാണ് ഈ പിടിയിലായിട്ടുള്ള പ്രകാശൻ എന്ന് പറയുന്നത്. ഇവരുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശന വേളകളിലെല്ലാം ഒപ്പം അനുഗമിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ പ്രകാശൻ. ഈ പ്രകാശനെയാണ് ഇപ്പോൾ ഒരു കുട്ടീനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ കൊടുക്കരുതെന്ന്, പുറത്ത് പറയരുതെന്ന് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളിൽ നിന്ന് അടക്കം ഈ പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അതീവ രഹസ്യമായിട്ടാണ് ഈ സംഭവത്തെ പോലീസ് ഒതുക്കി തീർക്കാനായിട്ടുള്ള ശ്രമവും അതേപോലെ തന്നെ പ്രകാശനെ രക്ഷിച്ചെടുക്കാനായിട്ടുള്ള ശ്രമവും ഒക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അവസാനം ഈ വാർത്ത പുറത്തു വരുന്നതിന് തൊട്ട് പിന്നാലെ ആണ് ഈ വിവരങ്ങളെല്ലാം പുറത്താവുകയും സംഭവം ഈ കള്ളി പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സംഭവം പുറത്താവുകയും വാർത്തയാവുകയും ചെയ്തതിന് തൊട്ട് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം ഇയാളെ പുറത്താക്കി തടിയൂരാനായിട്ടുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് കോൺഗ്രസിന്റെ ഒരു റിലീസ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഇയാളെ പുറത്താക്കി എന്നൊരു 4 വരി സന്ദേശം മാത്രമാണുള്ളത്. അങ്ങനെ കോൺഗ്രസിന്റെ ഒരു സമുന്നത നേതാക്കളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളെയാണ് ഈ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന്റെ പേരിൽ പോക്സോ കേസിൽ അല്പസമയം മുമ്പ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ സാനു, ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ. കുന്നത്ത് വീട്ടിൽ പ്രകാശൻ എന്നാണ് അയാളുടെ പേര്. 10 വയസ്സുകാരനെയാണ് അയാൾ ലൈംഗികമായി പീഡിപ്പിച്ചത്. സാനുവാണ് വിശദാംശങ്ങൾ നൽകിയത്.